എന്താ 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 ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി ഞാനിപ്പോ പരിപാടിയിലായി. എല്ലാം താൻ ഒരുത്തി കാരണമല്ലേ. ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നോ, നീ ഈ ഫ്ലാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാണോ? ദേ നോക്കിയേ, ഞാൻ പറഞ്ഞ ലവ് സീൻ കേട്ട് ഫ്ലാറ്റ് ആയിട്ടാ ആ DCP നമുക്ക് ഈ ഫ്ലാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ലാറ്റ് ഉണ്ടാവും? നോക്ക്, ഈ ഫ്ലാറ്റിന്റെ മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. സംഗതി ഓവർ. എടോ, താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞത് ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആണ്. അപ്പോ ആ 1 വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലൊരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി ഇവിടെ താൻ ഒരുത്തെ അവശേഷിക്കുന്നുള്ളൂവെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. അതോ ഹവയും പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഓർമ്മ ഉണ്ടാവണേ. മധു, നിന്റെ ഗ്രാൻഡ്മ. മധു മോളെ, എന്തിനാ മോളെ കരയുന്നേ? കരയാതെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. എന്നോട് നീ നുണ പറയണ്ട. ഞാൻ നിന്നോട് പിണങ്ങുമെന്ന് വിചാരിച്ചോ? ഡാ മോളെ, ഇത് നിനക്കുള്ളതാ. നോക്ക്, ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനി ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുമല്ലോ. എടുത്തോ, കരയാതെ മോളെ. അതൊക്കെ പോട്ടെ, എന്റെ കൊച്ചുമരുമകൻ എങ്ങനെയുണ്ട്? അച്ഛമ്മ പൊയ്ക്കോ. അതല്ലടി, വെറുതെ വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ പഠിത്തം പോകാനാ പറഞ്ഞത്. ഏട്ടാ, ഈ ഗോൾഡ് വിറ്റിട്ട് മധുവിന് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ. ബൈ മധു. ബൈ. ഇപ്പൊ നിനക്ക് കാശിന് ഇത്ര അത്യാവശ്യം നേടി? ആ പിസ്സാക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കാം. വേണ്ടടി, ഇതൊക്കെ ഡ്രാമ ആയിരുന്നു എന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടേ വീണ്ടും കെട്ടിപ്പിക്കും. അത് ശരിയാ. എന്നാലും അലവലാതി എത്രയാന്ന് കരുതി ഞാൻ സഹിക്കാം. ഹലോ, ഞാൻ ആ പയ്യനെ കൊന്നിട്ട് എന്റെ മോളെ പിടിച്ചോണ്ട് വരാം. അവൻ അവളെ കെട്ടുമോ? എടാ, പാതിരാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ മോൻ അവളെ കെട്ടുമോ അതോ ഇല്ലയോ? എടാ സൂര്യ, നമ്മൾ ഒന്നല്ലേ? അപ്പോഴും ഞാൻ എന്തു പറഞ്ഞു? അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിന്റെ മോളെ മരുമകളാക്കാൻ എപ്പോഴും ഞാൻ ഒരുക്കമാടാ. അത് മതിടാ. അവന് ആദ്യം DCP ഒതുക്കണം. പണി വന്നല്ലോ. എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നേ. വാന്നേ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. എടാ അളിയാ, നിന്റെ ഭാര്യ ശരിയല്ലടാ. നിന്നെ കാണാൻ വന്നപ്പോ ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവനെ കഷണ്ടി തലയാന്ന് വിളിച്ചളിയാ. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചു? നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചോന്ന്? എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞേ? പുറത്തു പോവാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് പറയാൻ നീ ആരാ? എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു? അവരെന്റെ ഫ്രണ്ട്സാ. അവരെ പറഞ്ഞു വേണ്ട ഞാനാ. എന്താ നീ എന്നോട് പറയാൻ? പുറത്ത് പോടാ, പോടാ. മധു പറഞ്ഞ കേട്ടില്ലേ? ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ല. പോടാ, വിട്ട് പോടാ. ചെല്ലേ. മധു, താഴെ വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ മര്യാദക്ക് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത്. അവന്മാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ലാന്നേ. വായി നോക്കികള്. അതിന് താനും തന്നെ കരയുന്നു. എടാ കൊലദ്രോഹി, നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കഞ്ഞായി പോടാ. മരമാക്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. എന്നിട്ടാണോ പറയാഞ്ഞേ? തന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. അവര് കൂടെ അറിയട്ടെ എന്ന് കരുതി. നല്ല ക്ഷീണം കാണും. ഇന്ന തിന്നോ. നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചപ്പെട്ടി പോലും തിന്നില്ല. അതുകൊണ്ടല്ലേ നിനക്ക് തന്നെ തന്നത്. 4 ചിക്കൻ പീസ്. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിരിക്കുന്നത്? എന്നാ പിസ്സ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോ. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവൊന്നും പോരെ? ഹലോ സ്റ്റോപ്പ് ഇറ്റ്. ആ DCP വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും DCP എന്ന് പറയുന്നത്? DCP സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫിനെ ഹാപ്പി ആയിട്ട് പോകുന്നത്.
സാറിന് 100 ആയി സാർ. വാ സാർ, ഇരിക്കെ. സാറിന്റെ കാര്യം ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ? പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. സാർ, എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം, എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ 16 അടി വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ മൈ ബ്യൂട്ടിഫുൾ റോസസ്. യെസ്. ഓക്കെ സർ, ബൈ ബൈ ബൈ. ഓ മധു, ഞാൻ ആ വഴിക്കാ പോകുന്നത്. ക്യാൻ ഐ ഡ്രോപ്പ് യു? സാർ, സാറ് ബുദ്ധിമുട്ടുണ്ടാ? ഞാനുള്ള ഡ്രോപ്പ് ചെയ്തോളൂ സാർ. ഓ ദാറ്റ് റൊമാൻസ്. ഗുഡ് ഗുഡ്. ഓക്കെ സാർ, ബൈ. എന്താ ഇതിന്റെ പേരിൽ നിനക്കെന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നാണോ വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ AC കാറിൽ കയറി പോകാന്ന് കരുതിയല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി. ഓടി മോളെ. മധു, ഫീൽ ചെയ്തോ? അകത്ത് ചീഞ്ഞ പിസ്സ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോടി. ലേഡീസ്, നമസ്തേ സാർ. സാർ, എന്താ സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ സൂര്യനാരായണന്റെ ആൾക്കാരാ. ഓ അങ്ങനെയാണ്. ആ, ഇത് നിന്റെയൊക്കെ തന്ത സമ്പാദിച്ച സ്ഥലമാണെന്ന് കരുതുന്ന കൊള്ളപ്പേണ്ടി. ചെന്ന് പറയടാ അവനോട്. നമ്മുടെ കാന്തമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ഓ, ടൈം എത്രയായി? 10:15. കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ. ഏയ് വാച്ച്മാൻ, മധുമതി എന്ന പേരുള്ള തേർഡ് ഇയർ സ്റ്റുഡന്റ് വന്നിരുന്നു. അങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയോ എന്തോ. ആരാ? മധുമതി എവിടാ? നിങ്ങളാരാ? മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. ഇപ്പൊ മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സിൽ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടാ. എവിടെ പോയി തിരക്കാനാ? മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല.
നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ? നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാന്റെ റെസ്പോൺസിബിലിറ്റി? നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നോ? പറയടി, നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവേദന എന്നോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനടുത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധുവില്ലെന്ന് ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കും. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കേ. താങ്ക്സ്. നാണമില്ലടാ ഇതൊന്ന് പറയാൻ. 10 പേരുണ്ടായിട്ട് ആ പീറച്ചിറക്കനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു. അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത്. നിക്കടാ അവിടെ. എന്താടാ ഇത്? ഇലക്ഷൻ ഇനി 1 മാസം പോലും ഇല്ല. ആ പയ്യൻ ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും? നിങ്ങൾ അകത്തേക്ക് പോ. നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും. അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും അവന്മാരുടെ തലയിൽ വെച്ച് കെട്ടാം. അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത്, വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ. നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും. ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ്? സൂര്യനാരായണ ആൾക്കാരെ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ കൊടുക്കില്ലൊക്കെ തെറ്റിയതേ. നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക സാർ. സൂര്യനാരായണ, നിന്റെ കുടുംബം ഞാൻ കുളം തോന്നിയിടാം. എങ്ങനെയാണ് അവൻ തിരിച്ചിവിടെ തന്നെ വന്നത്? അവൻ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷനാണ് സാറേ വീണ്ടും വന്നത്. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത്. മഹാലക്ഷ്മി ആയ നമ്മുടെ മോൾ ഇറങ്ങി പോയതോടെ ഇപ്പൊ എന്തിയായിട്ട് ഒന്നും ശരിയാവത്തില്ല അല്ലേ സാറേ? ആരാടാ മഹാലക്ഷ്മി? എനിക്ക് മാനക്കേട് ഉണ്ടാക്കിട്ട് ഇറങ്ങിപ്പോയ മൂദേവി അവള്. ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത്. അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത്. അത് മനുഷ്യനായാലും ശരി, എന്റെ ചോറിനിട്ട് നന്ദികേട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി, തല്ലിക്കൊല്ലടാ അതിനെ. വേഗം പോ, വേഗം പോ. അയ്യോ, അതിനെ ഒന്നും ചെയ്യലേടാ. എവിടെയാണ് പൊക്കോട്ടെ. മോളെ മധു, അച്ഛമ്മേ, നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ വീട്. പേരിനൊരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലർ ലൈഫ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലതും തന്നാ വാങ്ങിച്ച് കഴിക്കരുത്. അഥവാ കഴിച്ചാൽ നിന്റെ കാര്യം പോക്ക. ഇതാ നോക്ക്, അതാ നമ്മുടെ ബോർഡർ. അത് മാത്രം കിടക്കരുത്. ഓക്കെ? നിനക്കൊരു പേര് വേണമല്ലോ. അപ്പുറത്തേക്ക് പോകരുത്. അല്ല, ഈ പട്ടി തന്റെയാണോ? ലോറിക്കടി കയറിയതാ. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. ലോറിക്കടിയിൽ കയറിയെന്നോ? അയ്യോ, എന്തായാലും പറ്റിയോ? ഈ കൈ ഇടിച്ചോടാ. നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. വർക്ക സ്നേഹം കണ്ടില്ലേ? ഇവനെന്റെ ജീവന്. താങ്ക്സ് ബണ്ണി. ദൈവം ബണ്ണി അവിടെ എത്തിച്ചത്.
താനെന്താ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു. നീ അത് ഇതുവരെയും ഡെലിവറി ചെയ്തില്ലേ? ഇതൊക്കെ താൻ ചോദിക്കുന്നെന്തിനാ? ഞാനല്ലാതെ പിന്നെ നിന്റെ തന്ത ചോദിക്കോ? സാറായിരുന്നു. എന്താടാ വരം കൊടുക്കുന്ന സായിബാബയെ പോലെ എന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താടാ പിന്നെ പറഞ്ഞു വിടണോ? സോറി സാർ. എന്തു പറ്റിയടാ? എന്ത് പറ്റിയടാ ബണ്ണി? ഇന്നലെ കാന്തമ്മ എന്നെ ബണ്ണീന്ന് വിളിച്ചു. ഭർത്താവിനെ പേര് വിളിച്ചതോ? നല്ല അടി കൊടുക്കാനുള്ളവരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുന്നോടാ. മിണ്ടരുടാ, നീ പറ ബണ്ണി. ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമം എല്ലാം കൂടി അങ്ങോട്ട് എന്താടി എന്തു പറ്റി? ഇവളുടെ ചേട്ടന്റെ കയ്യിൽ മധു വിൽക്കാൻ കൊടുത്ത ഗോൾഡുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഇപ്പൊ മധുവിന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല. എന്താടി പ്രിയ കേൾക്കുന്നേ? സോറി. സോറിന്നോ? നിന്റെ ചേട്ടൻ എത്രക്കാരനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? വാടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. വേണ്ട ഗീത, അവളുടെ വീട്ടിലറിഞ്ഞാൽ പ്രോബ്ലം. അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാൽ നിന്റെ പ്രോബ്ലം തീരോ? ഇത്രയും പൈസ നീ എവിടെ നിന്നുണ്ടാക്കും?